Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ദൈവജനമാണ്, പക്ഷെ കർത്താവിൻ്റെ വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ് കിങ്ഡം ഓഫ് ഗോഡ്. നമ്മളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും മേഖലകളെ മനസ്സിൽ കാണുക. ആ മേഖലകളെ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിക്കുക. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഇന്ന വിഷയത്തിൽ ഇന്ന കാര്യത്തിൽ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ. ആ വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്തിൽ അത്ഭുതകരമായ ഒരു പന്തക്കുസ്ത അനുഭവം എൻ്റെ മേൽ സംഭവിക്കണമേ. എൻ്റെ മേൽ മാത്രമല്ല, എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം, ചുറ്റുവട്ടത്തുള്ള അയൽവാസികളിലേക്കൊക്കെ കർത്താവെ ഈ പരിശുദ്ധാത്മാവിന് നൽകണമേ. ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ. തടസ്സങ്ങൾ മാറ്റണമേ, കെട്ടുകൾ അഴിയണമേ. ഒരു പുത്തൻ പന്തക്കുസ്ത കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടണമേ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് ചേർന്ന് അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ. ആമേൻ. കൃപയുടെ അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ. പഠിക്കേ. അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ. കൃപയുടെ അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ. ആദിമസഭയിലെ അഭിഷേകം പോൽ ഇന്നു നീ നിറയണമേ. ആദിമസഭയിൽ അഭിഷേകം പോലെ, ആദിമസഭയിലെ അഭിഷേകം പോൽ ഇന്നു നീ നിറയണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. ആത്മാവേ റൂഹായേ, ആത്മാവേ റൂഹായേ, റൂഹായേ എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. ചേർന്ന് പാടി. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് അങ്ങിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അത്ഭുതകരമായ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ കർത്താവെടുത്ത് മാറ്റട്ടെ. സ്വർഗത്തിന്റെ ശക്തി, സ്വർഗത്തിന്റെ ശക്തി, സ്വർഗത്തിന്റെ ശക്തി ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടട്ടെ. റിയൽ അനോയിന്റിംഗ് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി സന്തോഷത്തോടെ ദേ ഇങ്ങോട്ട് നോക്കിക്കേ. എന്നിട്ട് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും ഒക്കെ ഉള്ളവർക്കൊന്ന് നന്നായിട്ട് സ്തുതി കൊടുക്കുക. എന്നിട്ട് വീട്ടിലൊക്കെ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവരെയും കൂടെ വിളിക്കണം. എന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് നമ്മളൊരു വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കിങ്ഡം ഓഫ് ഗോഡ് എന്ന ഈ വലിയ ശുശ്രൂഷയുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ അനുദിന ജീവിത മേഖലകളെ ധ്യാനിച്ച് നമ്മൾ കൃപ സ്വീകരിക്കുകയാണ്. നമ്മൾ ആ വലിയ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം നമുക്ക് വളരെ അനുഗ്രഹവും ഗുണകരവുമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്ന് വായിക്കുന്ന ഒരു വചനഭാഗം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 34 മുതലുള്ള വചനത്തിൽ ഇതാ ഈശോയുടെ പക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്. ചോദ്യം ഇതാണ്: ഗുരോ, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാ? അല്ലേ, നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും പലതരത്തിലുള്ള ഉത്തരങ്ങൾ. ബൈബിള് പറയുന്നത് കൃത്യമായിട്ട് ഇങ്ങനെയാണ്: ഇതാ പ്രധാനവും പ്രഥവുമായ കൽപ്പന, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. തമ്പുരാൻ കർത്താവിനെ പൂർണ്ണതയോടുകൂടെ സ്നേഹിക്കണം. ഒന്നാമത്തെ കൽപ്പന.
എന്നിട്ട് വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആദ്യത്തെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ്, പള്ളിയിലൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആലോചന വിഷയമാണ്, ദൈവമേ ഞാൻ അങ്ങേ എന്തോരം സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ. രണ്ടാമത്തെ ഭാഗം വ്യത്യസ്തം. അതേതാണ്? നിന്നെപ്പോലെ. എങ്ങനെ? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെപ്പോലെ. ഞാൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് അയൽവാസികളുണ്ടോ? നിങ്ങളുടെ അയൽവാസികൾ എങ്ങനെയുണ്ട്? നിങ്ങളുടെ അയൽവാസികളോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു? ജീവിതശൈലികൾ വ്യത്യസ്തങ്ങളാണ്. പഴയ പോലെയല്ല. നാട്ടിൻപുറങ്ങളിലുള്ളവർ മാത്രമല്ല ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഈ അയൽവാസികൾ എന്നൊക്കെ പറയുമ്പോൾ വിദേശങ്ങളിലും മറ്റ് നഗരങ്ങളിലും താമസിക്കുന്നവർ ഫ്ലാറ്റുകളിലാണ്. തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആര് താമസിക്കുന്നുവെന്ന് ഒരു പിടുത്തം കിട്ടാതെ ഉള്ളവരുണ്ട്. അപ്പോൾ ഈ അയൽവാസികൾ എന്നൊക്കെ പറയുമ്പോൾ ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടാവും. അയൽവാസി ആരാണ്? അയൽവാസിയോട് എങ്ങനെ പെരുമാറുന്നു? നാട്ടിൻപുറങ്ങളിലാണെങ്കിൽ ഇത് അല്പം കൂടെ കൃത്യതയോടുകൂടെ നമുക്കറിയാം. നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ അയൽവാസികൾ. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ അയൽവാസികളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങളുടെ അയൽവാസികളോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്? അയൽവാസികളോട് സ്നേഹത്തിലാണോ? അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തിലാണോ? പലതരം അയൽവാസികളുണ്ട്. പല തരത്തിൽ, പല രൂപത്തിലും ഭാവത്തിലും ഉള്ളത്. പ്രാർത്ഥിക്കാൻ കടന്നു വന്ന ഒരു ചേച്ചി കഴിഞ്ഞ നാളിൽ പറഞ്ഞത്, എൻ്റെ അച്ഛാ മടുത്ത്, അയൽവാസികളെ കൊണ്ട് മടുത്തു, ഒരു സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞു. ഒരു സ്വസ്ഥതയില്ല. അവരവിടെ കിടന്നുകൊണ്ട് ഭയങ്കര പ്രശ്നക്കാരാച്ചാ, ഭയങ്കര പ്രശ്നം. എന്നും വന്ന് അതിർത്തിക്കല്ല് മാറ്റുക. അത് ആകപ്പാടെ ഇച്ചിരി സ്ഥലമുള്ളൂ, അതിർത്തിക്കല്ല് മാറ്റുക എന്ന് മാത്രമല്ല, നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ പെരുമാറ്റം. വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടിലെ കുടുംബനാഥൻ മഹാകള്ളുകുടിയൻ അയാൾ വന്ന് ആ അതിർത്തി നിന്നുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് നോക്കി തെറി പറയാൻ തുടങ്ങും. വെച്ചാൽ ഞങ്ങളെ ശപിക്കും. എല്ലാ ദിവസവും ഇത് തന്നെ, നാളുകളായി. അയാൾ ഒരു രക്ഷയില്ല. പിന്നെ അയാളുടെ മക്കളുണ്ട്, വലിയ ഒച്ചത്തിലാണ് പാട്ടൊക്കെ വയ്ക്കുന്നത്. ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നൊരു ഫോൺ ചെയ്യാൻ പോലും പറ്റത്തില്ല. അതുപോലെ അവിടെ കിടന്നുണ്ട് ബഹളം. പക്ഷേ അത് ഒരു വശത്ത്. ഇപ്പുറത്ത് വേറെ ഒരു കൂട്ടരുണ്ട്, അവർ മൃഗസ്നേഹികളാണ്. മൃഗസ്നേഹികൾ. പട്ടിയോടൊക്കെ ഭയങ്കര, പട്ടിയും പൂച്ചയോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ അവരുടെ വീട്ടിൽ പട്ടീനെയും പൂച്ചനെയും കയറ്റത്തില്ല. അവരുടെ സ്നേഹം മുഴുവൻ പ്രകടിപ്പിക്കുന്നത് അവരുടെ വീടിൻ്റെ വാതിക്കൽ, അതായത് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലാണ്. അവർ ഈ പട്ടിക്കൊക്കെ ഇഷ്ടംപോലെ പട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കും. എന്നിട്ട് ആ പട്ടികൾ മുഴുവൻ അവിടെ തന്നെയുണ്ട്. വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയൽവാസികളെ കൊണ്ട് തോറ്റു. ഞാനിത് പറയുമ്പോൾ പലതരം അയൽവാസികളുടെ പലതരത്തിലുള്ള പെരുമാറ്റ ശൈലികൾ അനുഭവിച്ചിട്ടുള്ളവരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ. ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ അയൽവാസികൾ എങ്ങനെയുണ്ട്? നമ്മുടെ അയൽവാസികളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു? നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത്? നമ്മൾ പലതരത്തിലാണ്. ഒന്ന്, നമ്മൾ മിണ്ടാണ്ടിരിക്കും, അവരെന്തെങ്കിലും കാട്ടട്ടെ. വേറെ ചിലരെന്ത് ചെയ്യുമെന്നറിയോ? അവരിത് പറഞ്ഞു തീർക്കാൻ വേണ്ടി പോകും. അവരെ പറഞ്ഞു തീർക്കാം, എന്നാൽ പിന്നെ പറഞ്ഞൊന്ന് ഒത്തുതീർപ്പാക്കണം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് സംസാരിച്ച് തുടങ്ങി മഹാ അടിയിലാണ് അത് അവസാനിക്കുന്നത്. വേറെ ചില ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഈ മിറർ സൈക്കോളജി എന്നൊക്കെ പറയുന്നതാണ്. അതായത് റിവഞ്ചാണ്. അവരിങ്ങോട്ട് പെരുമാറുന്നത് പോലെ നമ്മൾ അങ്ങോട്ടും പെരുമാറുക. അവർ വീടിലും ചുറ്റുവട്ടത്തുള്ള ചപ്പിയവരെല്ലാവരും കൂടെ വാരിയെടുത്ത് അവരുടെ വീടിൻ്റെ ഭിത്തി, അവരുടെ മതിലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടിടുന്നു. ഉടനെ തന്നെ ഇവിടെ നിന്നുള്ളതെല്ലാം കൂടെ ചവർ വാരി അങ്ങോട്ടിടുന്നു. ഒരു ഗുണവും ഇല്ലാത്തൊരു കാര്യമാണ്. നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്നൊരു കുടുംബം ഇതുപോലെ അപ്പുറത്തെ വീട്ടുകാരുമായിട്ട് വലിയ സ്നേഹമൊക്കെയാണ്. പക്ഷേ ഈ കുടുംബനാഥൻ പറഞ്ഞത് അവരുടെ വീട്ടുകാരുടെ പെരുമാറ്റം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, എന്താ പെരുമാറ്റം? അവർ നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നു? ഉപദ്രവമൊന്നുമല്ല, സ്നേഹമാണെന്നാണ് തോന്നുന്നു. പക്ഷേ അതത്ര വലിയ സ്നേഹമല്ല. അതായത് മിക്കവാറും അവർ നമ്മുടെ വീട്ടിലാണെന്ന് മാത്രമല്ല, നമുക്കൊരു പ്രൈവസി ഇല്ല, അതൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു നല്ല ഭക്ഷണം വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ പാത്രമായിട്ട് വരും. അതെല്ലാം കൂടെ പെറുക്കിയെടുത്തുകൊണ്ട് അവർ പോകും. തൊട്ടടുത്താണ് വീട്, അവർക്ക് ആ മണം കിട്ടും. അവർ പാത്രമായിട്ട് അവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ മിക്കവാറും അവരിവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾക്കൊരു സ്വസ്ഥതയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എങ്ങനെ കൈകാര്യം ചെയ്തു? അതിപ്പോൾ ഞാൻ അതേപോലെ തന്നെ അങ്ങോട്ട് പെരുമാറുന്നു. അവരുടെ വീട്ടിലൊരു മീൻ കഷ്ണം വറുക്കുന്നതിൻ്റെ മണം അടിക്കുമ്പോൾ ഞാൻ പാത്രമായിട്ട് അങ്ങോട്ട് ചെല്ലും. അവിടെ കോഴിക്കറി വയ്ക്കുമ്പോൾ ഞാൻ പാത്രമായിട്ട് അങ്ങോട്ട് ചെല്ലും. അതായത് അവരെങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെ തിരിച്ചും പെരുമാറും. അപ്പോൾ ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അയൽവാസികളോട് പെരുമാറുന്നത്? നമ്മുടെ അയൽപക്കത്തുള്ളവരോട് എങ്ങനെ പെരുമാറണം?
വിശുദ്ധ ഗ്രന്ഥം വളരെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു മേഖലയും കൂടെ നമ്മുടെ മുമ്പിൽ ഇത് സൂചിപ്പിക്കുകയാണ്. കാരണം ഇത് ശാപം വിളിച്ചു വരുത്തുന്ന ഒരു മേഖലയാണെന്നാണ് പറയുന്നത്. ശാപം എന്നൊക്കെ പറയുമ്പോൾ ചിലരുടെ ഉള്ളിൽ വല്ലാണ്ടൊരു ഭാരം ഉണ്ടാവും, ശാപം. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഒരു വചനഭാഗം വായിക്കാം. അത് നിയമാവർത്തന പുസ്തകം 27 അധ്യായം 17 തിരുവചനം. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 27 വേഴ്സ് 17. അയൽക്കാരൻ്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. കണ്ടോ, ശാപത്തെക്കുറിച്ച്, പലതരം ശാപങ്ങളെക്കുറിച്ച് പറയുന്നൊരു വചനഭാഗമാണ് 27 അധ്യായം. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ശാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് അയൽക്കാരൻ്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ നിൻ്റെ അയൽവാസിയെ ഉപദ്രവിച്ചാൽ, ശല്യപ്പെടുത്തിയാൽ, അവന് കിട്ടേണ്ട അനുഗ്രഹം നീ നഷ്ടപ്പെടുത്തിയാൽ അത് നിൻ്റെ കുടുംബത്തിൻ്റെ മേലുള്ള ഒരു ശാപമാണെന്നാണ് തിരുവചനം പറയുന്നത്, തിരുവചനം പഠിപ്പിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. നിൻ്റെ കുടുംബ ജീവിതത്തിൽ എങ്ങനെയാണ് അയൽവാസികളോട് അവരെ നീ ശല്യപ്പെടുത്തുന്നുണ്ടോ, ദ്രോഹിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 39 തിരുവചനത്തിൽ നമ്മൾ വായിച്ച് പഠിച്ചത് രണ്ടാമത്തെ കൽപ്പനയായിട്ട് പറയും, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. തിമോത്തിയോസിന് എഴുതിയ പുസ്തകത്തിൽ പൗലോസ് ശ്ലീഹ നമ്മളോട് പറയുന്നതും ഇത് കൃത്യമായിട്ട് തന്നെയാണ്. തിമോത്തിയോസിന് എഴുതിയ 1 പുസ്തകം അതിൻ്റെ 2 അധ്യായം അതിൻ്റെ 1 തിരുവചനം, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. കുറച്ച് പേർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് വചനം പറയുന്നത്. എന്തു ചെയ്യണം? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം വിശുദ്ധ ഗ്രന്ഥം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അയൽവാസിയെ അവിടെ കൊണ്ടുവന്നത് ആരാണ്? അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവമാണ്. ഇതൊരു ആത്മീയ രഹസ്യമാണ്, എങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. നിൻ്റെ അയൽവാസി നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടാവും, നിൻ്റെ അതിർത്തിക്കല്ല് മാറ്റിമറിക്കുന്നുണ്ടാവും, നിന്നെ എന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും, വേദനിപ്പിക്കുന്നുണ്ടാവും, കരയിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു അയൽവാസിയെ അവിടെ കൊണ്ടുവന്നത് ദൈവമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ പലപ്പോഴും ഇസ്രായേൽ ജനത്തെ ശല്യപ്പെടുത്തുന്നൊരു ഗ്രൂപ്പാണ് ഫിലിസ്തീൻ. ഫിലിസ്തീനാണ് ഇസ്രായേൽ ജനത്തിൻ്റെ തൊട്ടടുത്ത്. എന്നാൽ ബൈബിളിൽ ഒരു ആത്മീയ രഹസ്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് ആമോസിൻ്റെ പുസ്തകം 9 അധ്യായം 7 തിരുവചനമാണ്. ആമോസിൻ്റെ പുസ്തകം ബുക്ക് ഓഫ് ആമോസ് ചാപ്റ്റർ 9 വേഴ്സ് 7. ആ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഫിലിസ്തീനെ കൊണ്ടുവന്നത് ഞാനല്ലയോ? അതേന്ന്. അതായത് നിൻ്റെ വീടിനെ തൊട്ടടുത്ത് നിന്നെ ശല്യപ്പെടുത്തുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവനെ കൊണ്ടും ദൈവമാണെന്ന്. ഇസ്രായേൽ ജനത്തെ എന്നും ശല്യപ്പെടുത്തുന്ന ഫിലിസ്തീനെക്കുറിച്ച് പറയുകയാണ്, അവരെ കൊണ്ടുവന്ന് ഞാനല്ലയോ? ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഇങ്ങനെ നമ്മളെ ശല്യപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ തിരിച്ച് ശല്യപ്പെടുത്താനല്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ അനുഗ്രഹിക്കാനുള്ള വലിയൊരു കടമ നമുക്കുണ്ട്. അങ്ങനെ ചെയ്താൽ ആ അയൽവാസി ഒരു അനുഗ്രഹമായിട്ട് മാറും. ഇല്ലെങ്കിൽ എന്നും നിനക്ക് ഭാരമായിരിക്കും. നമുക്ക് വായിക്കാവുന്നൊരു സുന്ദരമായ വചനഭാഗം ലൂക്കാസ് വിശേഷം 6 അധ്യായം അതിൻ്റെ 28 തിരുവചനം. സെൻറ്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 6 6 അധ്യായം അതിൻ്റെ 28 തിരുവചനത്തിൽ കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്നെ ശപിക്കുന്നവരെ നീ എന്ത് ചെയ്യണം? നീ അനുഗ്രഹിക്കണം. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി, നിന്നെ നാണം കെടുത്തുന്നവർ, നിന്നെക്കുറിച്ച് ഇല്ലാക്കഥകൾ പറയുന്നവർ, നിൻ്റെ ഉറക്കം കളയുന്നവർ, നിന്നെ പലതരത്തിൽ ശല്യപ്പെടുന്നവരുണ്ട്. അവരെന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഭാരം വരും. ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് അവരെന്നെ വിഷമിപ്പിക്കുന്നത്, ഭാരപ്പെടുത്തുന്നത്, ഇല്ലാക്കഥകൾ പറയുന്നത്. ഇതെന്താ ഇങ്ങനെ? ഒരു മര്യാദ വേണ്ടേ? പക്ഷെ വചനം പഠിപ്പിക്കും, നീ ഒരു ദൈവമകനാണ്, ദൈവമകളാണെങ്കിൽ നിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യേണ്ട ഒരു മുഹൂർത്തമാണത്. ഈശോ പറയുക, ഈശോ ചെയ്ത പ്രവൃത്തി നീയും ചെയ്യണം. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേന്ന്, നമ്മളെ വിഷമിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് വചനം പറയുന്നത്, നമ്മുടെ പ്രാർത്ഥന അത് അനുഗ്രഹമായി മാറ്റപ്പെടട്ടെ. റോമാക്കാർക്കെഴുതിയ ലേഖനം 12 അധ്യായം
സെൻറ്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 12, റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനം. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. അപ്പം നമ്മൾ ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കും. നമ്മുടെ തലയ്ക്കകത്തേക്ക് അയൽവാസി ചെയ്യുന്നൊരു തിന്മ നമ്മുടെ തലയ്ക്കകത്ത് വന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്നു. വചനം പറയുന്നു, ആ തിന്മയ്ക്ക് നീ കീഴ്പ്പെടരുത്. നന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്തണം. നന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്തണം. അതിന് നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റ ശൈലികളിൽ വളരെ ശ്രദ്ധിക്കണമെന്ന്. അതുകൊണ്ടാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു നിയോഗമുണ്ടെന്ന്. ഈ അയൽവാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പഴയ നിയമത്തിലെ ജോബിനെ കുറിച്ച് ഓർത്താൽ മതി. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ എങ്ങനെയാണ് ജോബ് തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചതെന്ന് വചനം എഴുതിയിട്ടുണ്ട്. തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ എങ്ങനെയാണ് ജോബ് തിരിച്ചു പിടിച്ചത്. 42-ാം അധ്യായം, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 10, വചനത്തിൽ പറയുന്ന ജോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ സംഭവിച്ച കാര്യം എന്താ? നഷ്ടപ്പെട്ടതെല്ലാം ഇതാ ജോബിന് തിരികെ കിട്ടി. ഒരു കുഞ്ഞു വചനം കൂടെ എഴുതിയിട്ടുണ്ട്, അവനത് ഇരട്ടിയാക്കി കിട്ടി. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വചനത്തിൽ ഈ ജോബിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ജോബ് എപ്പോഴും തൻ്റെ കാര്യം മാത്രം, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കാര്യം മാത്രം ചിന്തിച്ചിരുന്ന ജോബാണ്. അങ്ങനെ ചിന്തിച്ചിരുന്ന ജോബ് തകർച്ചകൾ വന്നപ്പോൾ ഒരു കാര്യം പഠിച്ചു. ഇനി ഞാൻ എൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ പോരാ, അയൽവാസികളെക്കുറിച്ച് ചിന്തിക്കണം, ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടി ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയതോടുകൂടി ജോബിൻ്റെ ജീവിതത്തിൻ്റെ ശൈലി മാറാൻ തുടങ്ങി, സ്വഭാവ രീതികൾ മാറാൻ തുടങ്ങി. ജോബ് എന്ത് ചെയ്തു? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ സംഭവിച്ച കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയാക്കി കൊടുത്തു. ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് അയൽവാസികൾ കൊണ്ട് നിനക്കെന്തെങ്കിലും ദ്രോഹം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇത് നിനക്ക് വേണ്ടി കർത്താവ് തന്ന ഒരു ദൂതാണ്. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അന്തരീക്ഷം മാറും, ജീവിത ശൈലികൾ മാറും. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം, വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 29-ാം തിരുവചനം നമ്മളോട് പറയുന്നു. 29, നിങ്ങളുടെ അധരങ്ങൾ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. അയൽവാസികളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. സംസാരം, നിങ്ങളുടെ അധരങ്ങൾ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് ചെയ്യുവിൻ. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ അയൽവാസികളോട് പെരുമാറണം. ഇത് വചനം പറയുകയാണ്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ നിൻ്റെ വീട്ടിലുണ്ടാവും. പ്രാർത്ഥനയോടെ നമുക്ക് മുട്ടുകുത്താം. ഈ ആരാധന സമയത്ത് അയൽപക്ക ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. രണ്ടു കരങ്ങൾ
കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൾത്താരയിൽ യേശുവിൻ്റെ സാന്നിധ്യം സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിയമത്തിലെ ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതാണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി ഇതാ ഈശോ വ്യക്തമായി ദൈവജനത്തെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിത വഴികളിൽ നിങ്ങൾക്കെന്നും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട മേഖല നിങ്ങൾക്ക് അയൽവാസികളോടുള്ള സ്നേഹം, നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പഠിപ്പിക്കുകയാണ്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം. നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അയൽവാസികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, എത്രത്തോളം ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ ഒരു നിമിഷം ചിന്തിക്കുക. സാധിക്കുന്നവരൊക്കെ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് സ്വയം ചിന്തിക്കുക, എത്രത്തോളം എൻ്റെ അയൽവാസികളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അവരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്. ഒരു പക്ഷേ അവർ പലപ്പോഴും വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മളോട് പെരുമാറുമ്പോൾ എങ്ങനെയാണ് തിരിച്ച് അവരോട് പെരുമാറുന്നത്? ഈശോ ചെയ്തതുപോലെ ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് പറ്റുന്നുണ്ടോ? അതോ ഇപ്പോഴും നീ ഏതെങ്കിലും വേദനയിൽ കഴിയുകയാണോ? ആരോടെങ്കിലും സംസാരിക്കാതെ വിഷമത്തിൽ കഴിയുകയാണോ? ശത്രുത മനോഭാവത്തിൽ കഴിയുകയാണോ? ഈ പരിശുദ്ധ അൾത്താരയിൽ ആ മേഖലകൾ സമർപ്പിക്കുക. യേശുവേ, ക്ഷമിക്കാനും പൊറുക്കാനും എനിക്ക് ശക്തി വേണം. ആഗ്രഹിച്ച് നമുക്ക് ഈശോയോട് പറയാം. രണ്ട് കരങ്ങളും യാചനാപൂർവ്വം അൾത്താരയ്ക്ക് നീട്ടിപ്പിടിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കുവാനും സ്നേഹിക്കാനും കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്ന് പാടാം. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ആമേൻ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ആരെങ്കിലും മനഃപൂർവ്വം ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മനഃപൂർവ്വം കരിവാരി തേച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ചില്ലാ കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരോട് ഈ സമയം ഒരു തീരുമാനമെടുക്കണം. ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള തീരുമാനം. ആ തീരുമാനം പ്രഖ്യാപിച്ച് ക്ഷമിക്കാൻ പൊറുക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. കർത്താവേ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ആഗ്രഹിക്കണം, ചേർന്ന് പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അയൽവക്ക ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തു നിന്നാവാം, മറ്റുള്ളവരിൽ നിന്നാവാം, ഏത് മേഖലയിൽ നിന്നാണെങ്കിലും കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകൾ സമർപ്പിക്കുന്നു. വലിയൊരു വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ബന്ധങ്ങൾ വിശുദ്ധീകരിക്കുന്ന കർത്താവെ, അത്ഭുതകരമായൊരു ദൈവശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടട്ടെ. ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. യേശുവേ, യേശുവേ, യേശുവേ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പഠിപ്പിക്കണം നാഥ, എന്റെ ഈശോ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ
പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ.